ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ GGM 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശാലോം ന്യൂസിനൊപ്പം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട പോളി തോമസ് ചേട്ടനാണ്. പോളി തോമസ് ചേട്ടൻ വർഷങ്ങളായിട്ട് ഫിയാത്ത് മിഷനിലെ ട്രെയിനിങ് മേഖലയിലെ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിയാണ്. ശക്തരായിട്ടുള്ള മിഷണറിമാരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ ഒക്കെ വലിയ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് പോളി ചേട്ടൻ. നമുക്ക് പോളി ചേട്ടനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിയാത്ത് മിഷന്റെ ട്രെയിനിങ് പരിപാടികൾ മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൂടുതൽ പേരെ കണ്ടെത്തി ഈശോയുടെ വിശ്വാസം ജീവിക്കാനും അതുപോലെ തന്നെ പ്രഘോഷിക്കാനും അവരെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ നമുക്കറിയാം കുറേയേറെ ഗ്രാമങ്ങളുണ്ട്, ഏതാണ്ട് 6 ലക്ഷത്തോളം ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യസ്ത ഭാഷകളാണ്. അപ്പോൾ ഈ ഭാഷയിലൊക്കെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ചെറിയൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ് ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് കേരളത്തിലേതുപോലെ കുറേയേറെ എല്ലാ ഗ്രാമങ്ങളിലും വൈദികർ അവർക്ക് എല്ലാ ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സഭയുടെ ഒരു സംവിധാനം അനുസരിച്ച് ഒരു കാറ്റഗിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം സഭ അപ്പോയിൻ്റ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹമാണ് ഈ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ജനങ്ങളെ സഭയിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അവർക്ക് ഭാഷ അറിയാം, അവർക്ക് അവരുടേതായ സംസ്കാരങ്ങൾ അറിയാം, പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിശീലനം ലഭിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് സഭയുടെ പഠനങ്ങൾ, ബൈബിളിനെ പറ്റിയിട്ടുള്ള പരിജ്ഞാനം ഇത് വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ലായിരിക്കാം. അപ്പോൾ അവർക്ക് നല്ല സാധ്യതയുള്ള മനുഷ്യരാണ്, ബട്ട് ദേ നീഡ് ഫോർമേഷൻ. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഫിയാത്ത് മിഷൻ കടന്നു വരാനായിട്ട് ഇടയായത്. അവരെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു 3 മാസത്തെ പരിശീലനത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ദൈവാനുഭവം ലഭിക്കുന്നു, നല്ല ധ്യാനങ്ങൾ അവർക്ക് ലഭിക്കുന്നു, ബൈബിളിനെ പറ്റിയിട്ടുള്ള കൂടുതൽ പഠനങ്ങൾ അവർക്ക് ലഭിക്കുന്നു, എങ്ങനെ സുവിശേഷം പങ്കുവയ്ക്കാമെന്നുള്ള പരിജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന 3 മാസത്തെ പരിശീലനം കഴിഞ്ഞ് അവർ അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോയി സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് അവർ തയ്യാറാകുന്നു. പരിശീലനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണമാണ്. അപ്പോൾ അവരേത് സാഹചര്യം വന്നാലും അത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവരെ സുവിശേഷത്തിലേക്ക് എത്തിക്കാനും സഭയിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രാരംഭ നടപടികളാണ് ഈ ഒരു ഫിയാത്ത് മിഷൻ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പം അവർക്ക് സഭയെ കുറിച്ചിട്ടുള്ള അറിവ്, അതുപോലെ തന്നെ ദൈവത്തെ കുറിച്ചിട്ടുള്ള അറിവ്, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് പകർന്നു കൊടുക്കുന്നു. ബൈബിൾ വചനങ്ങളെ കുറിച്ചിട്ടുള്ള പാഠങ്ങൾ കൊടുക്കുന്നു. അതിനപ്പുറം ഒരു ഈശോ അനുഭവത്തിലേക്ക്, അവരുടെ ഒരു ദൈവവുമായിട്ടുള്ള അവരൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിലേക്ക് അവർ ഈ ഒരു ട്രെയിനിങ് കാലഘട്ടത്തിൽ കടന്നു വരുന്നുണ്ടോ? അറിവില്ലായ്മയിലൂടെ സംഭവിച്ച പല പാളിച്ചകൾ അവരുടെ ജീവിതത്തിലുണ്ടായി. വേണ്ട രീതിയിലുള്ള ദൈവത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവ് അവർക്ക് ലഭിക്കാതെ പോയി. അപ്പോൾ നമ്മുടെ ഈ പരിശീലന കളരിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നല്ലൊരു ദൈവാനുഭവം ലഭിക്കുന്നു. സമറിയാക്കാരി സ്ത്രീ യേശുവായിട്ടുള്ളൊരു കണ്ടുമുട്ടലുണ്ടായി. ആ കണ്ടുമുട്ടലാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അവൾ സമറിയ മുഴുവൻ ഇറങ്ങിത്തിരിച്ച് തൻ്റെ സാക്ഷ്യം അവർക്ക് പകർന്നു കൊടുക്കുകയും അതുവഴി അവർ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇവിടെയും സംഭവിക്കുന്നത് അതുതന്നെയാണ്. അവർക്ക് നല്ലൊരു ദൈവാനുഭവം ലഭിക്കുന്നു. ആ ദൈവാനുഭവമായിട്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു ചെന്ന് ഒരു സുവിശേഷം പങ്കുവയ്ക്കാനായിട്ടുള്ള എന്തെന്നില്ലാത്തൊരു ദാഹവും ഒരു എർജൻസി അവരുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നു. അവർ ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. അച്ഛന്മാരും വൈദികരുമായി ചേർന്ന് അവർ സുവിശേഷം പങ്കുവയ്ക്കുന്ന പ്രക്രിയ തുടരുന്നു. അങ്ങനെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത അനേകം വ്യക്തികൾ അവരുടെ ഭാഷയിൽ, അവരുടെ സംസ്കാരത്തിൽ സുവിശേഷം പങ്കുവയ്ക്കുന്ന വഴി അനേകർ ക്രിസ്തുവിലേക്ക് എടുക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫിയാത്ത് മിഷൻ ആദ്യ കാലഘട്ടങ്ങളിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് അന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഫിയാത്ത് മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളെയും സഭാ നേതൃത്വം ഒരു സംശയത്തോടെ അല്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന സാഹചര്യം. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. എത്രത്തോളം ഇന്ന് സഭയുടെ, പ്രത്യേകിച്ച് മിഷൻ മേഖലകളിലുള്ള രൂപതകളുടെയും സന്യാസ സഭകളുടെയും ഒക്കെ ഒരു പിന്തുണ ഫിയാത്ത് മിഷന് ലഭിക്കുന്നുണ്ട്? ഈ കാലഘട്ടത്തെ പറയുന്നത് ഇതൊരു അൽമായരുടെ യുഗമെന്നാണ് പറയുന്നത്, സേജ് ഓഫ് ലേറ്റി. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇത്തരം പരിപാടികളുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വൈജു പറഞ്ഞ പോലെ ഇതൊരു സംശയത്തോടെ വീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. സഭ പറയുന്നത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, നമുക്ക് ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ്.
അപ്പോൾ ഒത്തിരിയേറെ സ്വീകാര്യത അൽമായരുടെ ഇത്തരം മുന്നേറ്റങ്ങളോട് സഭ ഒത്തിരിയേറെ സ്വീകാര്യത കാണിക്കുന്നു. കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ള, ഇപ്പോൾ ബൈബിൾ പ്രിൻറ്റിംഗ് ആയാലും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്കായിട്ടും എല്ലാ വാതിലുകളും നമുക്കായി തുറന്നു കൂടുതൽ പേരെ ഇത്തരം പരിശീലനങ്ങളിലേക്കും പ്രോഗ്രാമുകളിലേക്കും പറഞ്ഞു വിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഈ ഒരു പരിശീലനത്തിന്റെ ഫലം എന്നോണം ഇപ്പോൾ കാറ്റഗിസ്റ്റ് ആയിട്ട് മാത്രം നിലനിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവരെ വൈദിക ജീവിതത്തിലേക്കും സന്യാസ സമർപ്പണ ജീവിതത്തിലേക്കും ഒക്കെ വരുന്ന ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ദൈവവിളികളുടെ ഒരു വർധനവ് എത്രത്തോളമാണ്? അവര് ആദ്യം ചിലപ്പോൾ അവര് ഇവിടെ കടന്നു വരുമ്പോൾ അവരുടെ വൈദികര് അച്ഛന്മാർ പറഞ്ഞു വിട്ടത് കൊണ്ട് ചിലപ്പോൾ വന്നതായിരിക്കാം. പക്ഷെ ഇവിടെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് മാറുന്നു. തുടർന്നുള്ള ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും അല്ലെങ്കിൽ അവർ വൈദ്യവൃത്തിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പലരും ഇപ്പോൾ പല സെമിനാരികളിലായിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പരിശീലനത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്ന രീതിയിൽ കേരള സഭയെ കൂടുതൽ ഒരു മിഷണറി ആഭിമുഖ്യമുള്ളതാകാൻ, ഒപ്പം കൂടുതൽ മിഷനെ അറിയാൻ, മിഷനെ വളർത്താൻ, മിഷനെ സ്നേഹിക്കാൻ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? GGM ഞങ്ങൾ ഭാവന കണ്ടത് കേരളത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഭാരതസഭയിലും ആഗോള സഭയിലും നടക്കുന്ന പല കാര്യങ്ങളും അവരുടെ നീഡ്സ് അവിടേക്കൊക്കെ കേരള സഭയ്ക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം കേരള സഭ വളരെ സമ്പന്നമായൊരു സഭയാണ്. നമുക്ക് ദാനമായി കുറേയേറെ ലഭിച്ചു. അത് ദാനമായി പകർന്നു കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആസ് ഐ ആം എ റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ GGM കടന്നു വരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഭാരതത്തിലെ മറ്റു സഭകളിലൊക്കെ എന്തൊക്കെ അവർക്ക് ആവശ്യമുണ്ട് അതൊക്കെ പകർന്നു കൊടുക്കാനായിട്ട്, അവരുടെ ഹൃദയങ്ങൾ ഒന്നും കൂടി തുറന്നു കൊടുക്കാനായിട്ട് ഈ അറിവ് ലഭിച്ചത് വഴി എവിടേക്കൊക്കെ ആവശ്യങ്ങളുണ്ട് അവിടേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് തയ്യാറാവുന്നു. അവർ പള്ളികൾ പണിതു കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ അവിടെ നേരിട്ട് അവിടേക്ക് പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കാണുന്നുണ്ട്. സഭയ്ക്ക് വലിയൊരു അവബോധവും പുതിയൊരു ഉണർവും ഉണ്ടാകുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. താങ്ക് യു പോളി ചേട്ടാ. പ്രിയപ്പെട്ട പോളി തോമസ് ആയിരുന്നു നമ്മോടൊപ്പം. ഫിയാത്ത് മിഷന്റെ ട്രെയിനിങ് പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത്രയും സമയം ശാലോം ന്യൂസ് പ്രേക്ഷകരോട് ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.